ഒരു മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് പറഞ്ഞു തുടങ്ങിയ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം 2.5 മാസം പിന്നിട്ടിട്ടും പൂർത്തിയായില്ല. ഇനി 4 മാസം കൂടി വേണം നിർമ്മാണം പൂർത്തിയാക്കാനാണെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ നിലപാട്. കൊല്ലം ബൈപ്പാസിലെ കല്ലുംതാഴം ജംഗ്ഷനിലെ റെയിൽവേ ഓവർബ്രിഡ്ജിന്റെ നിർമ്മാണമാണ് വൈകുന്നത്. നിർമ്മാണം ആരംഭിച്ചതിന് പിന്നാലെ അപ്രോച്ച് റോഡുകൾ അടച്ചതോടെ ജനങ്ങൾ ദുരിതത്തിലാണ്. സ്കൂൾ തുറന്നതോടെ ഗതാഗതം നിയന്ത്രിച്ച് കുരുക്കൊഴിവാക്കാനുള്ള പരിശ്രമത്തിലാണ് ജില്ലാ ഭരണകൂടം. കൊല്ലം നഗരത്തിൽ ഏറ്റവും തിരക്കുള്ള പ്രദേശം കല്ലുംതാഴം ബൈപ്പാസിൻ്റെ ഭാഗമാണ്. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഏപ്രിൽ 30-ാം തീയതി നിർമ്മാണം പൂർത്തിയാക്കും എന്ന് പറഞ്ഞതാണ്. ഏപ്രിൽ കഴിഞ്ഞു, മെയ് കഴിഞ്ഞു, ജൂൺ എത്തിയിരിക്കുന്നു. ഇതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല ഇനി 4 മാസം കൂടി വേണം എന്നുള്ളതാണ് ദേശീയപാത അതോറിറ്റി മുന്നോട്ട് വെക്കുന്നത്. കല്ലുംതാഴത്ത് ബൈപ്പാസിന് ഇരുവശങ്ങളിലുമായി സർവീസ് റോഡുകൾ ഉണ്ടായിരുന്നു. റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആ 2 സർവീസ് റോഡുകളും പൂർണ്ണമായും അടച്ചു. അതുമൂലം ഈ പ്രദേശത്തുള്ള ജനങ്ങൾ കൊല്ലം നഗരത്തിലേക്ക് പോകാനാണെങ്കിലും കരിക്കോട് ഭാഗത്തേക്ക് പോകാനാണെങ്കിലും കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥയിലാണുള്ളത്. സർവീസ് റോഡ് ആവശ്യമാണ്. ഈ സർവീസ് റോഡില്ലെങ്കിൽ കഴിഞ്ഞ ജംഗ്ഷൻ കൊണ്ട് പ്രയോജനമില്ല. ബൈപ്പാസ് എന്നൊരു പ്രയോജനമില്ല. എന്നുവെച്ചാൽ അയത്ത് പോലെ അടച്ചു വെച്ചിരിക്കുക, അതാണെങ്കിൽ അവിടെ അടച്ചു വെച്ചിരിക്കുക. പിന്നെ ഈ റോഡ് കൊണ്ടൊരു പ്രയോജനമില്ല. ഓട നിർമ്മിക്കാൻ വേണ്ടി മാസങ്ങൾക്ക് മുമ്പ് തുറന്നിട്ട പ്രദേശമാണ്. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഈ പ്രദേശത്തെ കുഴി അടയ്ക്കണം എന്നുള്ള ആവശ്യം ജനങ്ങൾ ഉന്നയിച്ചാണ്. ഓടയുടെ നിർമ്മാണം പൂർത്തിയാക്കണം എന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടതാണ്. എന്നാൽ സ്കൂൾ തുറന്നു, ഇതുവരെ യാതൊരു നടപടിയും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെയാണ്. സ്കൂൾ തുറന്ന് രാവിലെയും വൈകുന്നേരം ആകുമ്പോഴേക്കും പൂർണ്ണമായി ഈ പ്രദേശം വലിയ ഒരു ഗതാഗത കുരുക്കിലേക്ക് പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകും. ഇവിടെ മാത്രമല്ല, അയത്തൽ ഭാഗത്തായാലും കടപ്പാക്കട ഭാഗത്തായാലും ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഒരു വലിയ ഗതാഗത കുരുക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാ വിധത്തിലുമുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ടാണ് ഈ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. കളക്ടർ 2 ദിവസത്തേക്ക് മുമ്പ് വന്ന് അവർ ഉദ്ദേശിക്കുന്നത് അടിയന്തരമായി ഇതിൻ്റെ ഒരു ലെയർ പൂർത്തീകരിച്ച് ഇതിന് മുകളിൽ കൂടിയുള്ള വാഹനങ്ങൾ ഓടിക്കുക എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. മുകളിൽ കൂടി പോകുന്ന വാഹനങ്ങൾ കൊണ്ട് പ്രാദേശിക സഞ്ചാരം സുഗമമാവില്ല. ഇവിടെ ഏറ്റവും പ്രധാനമായി വേണ്ടത് ബൈപ്പാസിലേക്ക് കയറാനുള്ള ഒരു അപ്രോച്ച് റോഡ് തന്നെയാണ്. അതിനുവേണ്ടി TK എഞ്ചിനീയറിംഗ് കോളേജ് നേരത്തെ 3D ഡയമെൻഷൻ അടക്കമുള്ള രൂപരേഖ തയ്യാറാക്കി ദേശീയപാത അതോറിറ്റിക്ക് മുന്നിൽ സമർപ്പിച്ചതാണ്. എന്നാൽ അത് മുഖവിലക്കെടുക്കാൻ പോലും ദേശീയപാത അതോറിറ്റിയോ ജില്ലാ ഭരണകൂടമോ തയ്യാറായില്ല എന്നുള്ള വിമർശനമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. ക്യാമറമാൻ ഷാനാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.